Aboriginal Australia, written by Jack Davis. Okay. Actually, in this poem, Jack Davis portraying the conditions and tradition of Aboriginal Australia during the colonial period. So, see the present condition of, or look at the present condition of Australia. ഓക്കെ, ഓസ്ട്രേലിയ എന്താണ് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. എല്ലാ തരത്തിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ. ആൻഡ് അവിടെയുള്ള ആളുകളൊക്കെ നല്ല വൈറ്റ് പീപ്പിളാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു പോം ഞാനൊക്കെ പഠിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ എൻ്റെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഈ ഓസ്ട്രേലിയ എന്നൊക്കെ പറയുന്നത് ആദ്യം മുതലേ ഇങ്ങനെ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. ഇപ്പോൾ അമേരിക്ക, യൂറോപ്പ് അല്ലെങ്കിൽ മറ്റുള്ള ബ്രിട്ടീഷ് കൺട്രീസൊക്കെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസൊക്കെ പോലെ ഓസ്ട്രേലിയയും അതുപോലെ ന്യൂസിലൻഡൊക്കെ എന്താണ് ഇങ്ങനെ ഓൾറെഡി അവരൊക്കെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണെന്നായിരുന്നു എൻ്റെ വിചാരം. ബട്ട് ഈ ഒരു പോം പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങളൊക്കെ ദേവർ കോളനി ഓഫ് യൂറോപ്യൻ സെറ്റിലേഴ്സ്. അപ്പോൾ യൂറോപ്യൻ കൺട്രീസിൻ്റെ കോളനികളായിരുന്നു ഈ ന്യൂസിലൻഡും ഓസ്ട്രേലിയയും ഒക്കെ. സോ ഇൻ ദിസ് പോം ജാക്ക് ഡേവിസ് പോർട്രേയിങ് ദി ലൈഫ് സ്റ്റൈൽ ആൻഡ് ട്രഡീഷൻ of Aboriginal Australia or Australian indigenous people during the colonial period. And he arouses a serious and highly emotion throughout throughout this poem, because Aboriginal Australians or the real Australian tribes or real indigenous people from Australia had been disappeared or displaced from that land. Mainly that happened because the colonialism and white imperialism. And here the poem says that the Western came to Australia as their friend, and they smiled very friendly. They treated them as friends. It is a trick shown by Western, and they tried to establish their root among the Aboriginals. അപ്പോൾ ആക്ച്വലി എല്ലാ രാജ്യങ്ങളിലും ഈ വെസ്റ്റേണൈസേഷൻ സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ ഈ ഒരു വെസ്റ്റേൺ പവർ എല്ലാ രാജ്യങ്ങളിലെയും കോളനൈസ് ചെയ്ത പോലെ തന്നെയാണ് ഓസ്ട്രേലിയയിൽ ചെയ്തത്. ആദ്യമൊക്കെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ചിലാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്ലി മോഡലാണ് ആദ്യമൊക്കെ ഈ ഒരു വെസ്റ്റേൺ പീപ്പിൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഓരോ രാജ്യങ്ങളിൽ പോയിട്ടുള്ളതും അവിടെ ഇൻവേഡ് ചെയ്തിട്ടുള്ളതും. സോ അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പോയട്രിയിൽ പറയുന്നുണ്ട്, ലൈൻ ബൈ ലൈനായിട്ട് പറയുന്നുണ്ട്. ആൻഡ് അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഈ ഒരു പോയിട്രിയുടെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം. ആൻഡ് ജാക്ക് ഡേവിസിനെ കുറിച്ച് നോക്കുകയാണല്ലേ. ആൻഡ് ജാക്ക് ഡേവിസ് ഈസ് ആൻ ഓസ്ട്രേലിയൻ 20th century പോയറ്റ്, ആൻഡ് ഹീ ഈസ് ആൻ ഇൻഡിജിനസ് പോയറ്റ്. ഓക്കെ, ഓസ്ട്രേലിയയിലെ ട്രൈബ്സിൽ പെട്ട ഒരാളാണ് ജാക്ക് ഡേവിസ് എന്ന് പറയുന്നത്. ആൻഡ് ഹീ വർക്ക്ഡ് in indigenous right campaign that had held in Australia. Then born in Western Australiaയിലാണ് അദ്ദേഹം ജനിച്ചത്. Then much of his works he dealt with the Aboriginal life and their experiences. And his first volume of poem is published in 1970. Then most of his work published often 90s. Okay, 1970s അത് അല്ലെങ്കിൽ ഒരു 20th centuryയിലാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെ മോസ്റ്റ്ലി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഹി വോൺ മെനി അവാർഡ്സ് ലൈക്ക് ഹോണർ ഓഫ് ഓസ്ട്രേലിയ. ദെൻ ഇപ്പം ഓഥറിനെ കുറിച്ച് നമ്മൾ ഇത്ര അറിഞ്ഞാൽ മതി. ഇനി നമുക്കിതിൽ വേണ്ടത് ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി മെറ്റീരിയലിൽ വലിയൊരു ഇൻട്രൊഡക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ഓസ്ട്രേലിയൻ അബോറിജിനൽ പോയട്രി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഒരു 2-3 പേജിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കാം, വായിച്ചാൽ മനസ്സിലാവും. എനിവേ ഞാനതൊന്ന് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു തരാം. ദി ആർട്ടിസ്റ്റിക് കൾച്ചർ ഓഫ് ഓസ്ട്രേലിയ was like a oral culture, or oral songs of the native Australians were passed from generation to generation without ever being put down in printed formats. സോ അവർ പ്രിൻറ്റഡ് ലിറ്ററേച്ചർ എന്നതിന് പുറമെ അല്ലെങ്കിൽ പ്രിൻറ്റഡ് ലിറ്ററേച്ചർ എന്നതിലുപരി അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓറൽ ട്രഡീഷനായിരുന്നു. ഓക്കെ, വാമൊഴിയായിട്ടായിരുന്നു അവരുടെ ആർട്ടുകൾ അല്ലെങ്കിൽ ഒരു കഥകളും കവിതകളൊക്കെ അവർ ജനറേഷൻസായിട്ട് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ജനറേഷൻ ടു ജനറേഷനായിട്ട് അവർ പിന്നെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ലേറ്റർ കെയിം എ പീരിയഡ് വെൻ ദ സോങ്സ് ഓഫ് കൺവിക്ട്സ്
and the ballads of the people settled as farmers and cattle owners, known as the Bushmen, were incorporated to what is called ലിറ്ററേച്ചർ ഓഫ് ഓസ്ട്രേലിയ. പിന്നീട് എന്തായി, ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ നമുക്കറിയാം ഇൻഡിജിനസ് പീപ്പിളാണ്, അവരുടെ ഈ ഒരു ഓർഡിനറി ലൈഫാണ്, ഒരു റസ്റ്റിക് ലൈഫ് ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ ലൈഫിനെ കുറിച്ച് എഴുതിക്കൊണ്ടുള്ള ബലാഡ്സ്, ലിറിക്കൽ, നിങ്ങൾക്കറിയാം വേർഡ്സ്വർത്തിൻ്റെ ലിറിക്കൽ ബലാഡ്സൊക്കെ അറിയുന്നുണ്ടാവും. സോ അതൊക്കെ എന്ത് ചെയ്തു, അങ്ങനെയുള്ള പോയറ്റിക് ഫോംസൊക്കെ വരാൻ തുടങ്ങി. ആൻഡ് അതാണ് ശരിക്കും ഒരു ലിറ്ററേച്ചർ ഓഫ് ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ എന്ന് പറയപ്പെടുന്നത്. സോ ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ചസ് ഓസ്ട്രേലിയൻ ബുഷ് പോയട്രി വാസ് ബോൺ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എന്താണ് ആ ഓസ്ട്രേലിയയുടെ ഒരു ബുഷ് പോയട്രി എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെ ഉണ്ടാകാൻ തുടങ്ങിയത്. മെനി കൊമേഴ്സ്യൽ enterprises entered to Australia by meeting the needs of convicts, guards, soldiers and administrative personnel of the colonies. അതായത് ഇപ്പോൾ നമുക്കറിയാം ഓസ്ട്രേലിയയിൽ കൊളോണിയലൈസേഷൻ സംഭവിച്ചതിന് ശേഷം അവിടെ ഒരുപാട് കൊമേഴ്സ്യൽ എൻ്റർപ്രൈസസ് വന്നിട്ടുണ്ടായിരുന്നു. എന്തിനെന്ന് വെച്ചാൽ അവിടെയുള്ള സോൾജിയേഴ്സിനും അഡ്മിനിസ്ട്രേറ്റീവിനൊക്കെ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ, ഫുഡ് സപ്ലൈ ചെയ്യാനും ക്ലോത്ത് സപ്ലൈ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എന്തായി, ഈ വൈറ്റ് കമ്മ്യൂണിറ്റി അവിടെ എന്തായി സെറ്റിൽഡ് ആവാൻ തുടങ്ങി. ദീസ് വൈറ്റ് സെറ്റിൽമെൻറ്റ് കോസ്റ്റ് ടു ദി ചേഞ്ച് ഓഫ് ഇൻഡിജിനസ് കൾച്ചർ. അപ്പോൾ ഇൻഡിജിനസ് പീപ്പിളുടെ കൾച്ചറിന് എന്തായി, അത് ബാധിക്കാൻ തുടങ്ങി. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഇതിൽ നോക്കേണ്ടത്, ദി വൈറ്റ് സെറ്റിലേഴ്സ് ഇൻ ഓസ്ട്രേലിയ ഹാഡ് ഓൾ ബട്ട് ഇറേസ്ഡ് ദി കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് നേറ്റീവ് ഓസ്ട്രേലിയൻസ്. Then their voices were silenced and led to most a cultural imperialism of sorts. Indigenous writers have stated giving voice to their suppressed self. So അതായത് ഈ വൈറ്റ് ഇമ്പീരിയലിസം അവിടെ വന്നതോട് കൂടിയിട്ട് എന്തായി, ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള കൾച്ചർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബുഷ്ഡ് പോയട്രി എന്ന് പറഞ്ഞു. ബുഷ്ഡ് പോയട്രി എന്തായിരുന്നു, ഓസ്ട്രേലിയയുടെ കൾച്ചറും അവിടെയുള്ള നേറ്റീവ് പീപ്പിളിൻ്റെ ലൈഫ് സ്റ്റൈലും റസ്റ്റിക് ലൈഫിനൊക്കെ കുറിച്ച് എഴുതുന്ന, അഗ്രികൾച്ചറിനെ കുറിച്ചൊക്കെ എഴുതുന്ന റൈറ്റിങ്സിനെയാണ് നമ്മൾ ബുഷ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു വൈറ്റ് സെറ്റിലേഴ്സ് വന്നതോട് കൂടിയിട്ട് അവിടെ അബോറിജിനൽ ഓസ്ട്രേലിയൻസിൻ്റെ കൾച്ചർ ഡിഫർ ആവാൻ തുടങ്ങി. ദെൻ അവിടെ സപ്രസ് ചെയ്യപ്പെട്ട അവരുടെ കൾച്ചറിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള അബോറിജിനൽ പീപ്പിളുടെ വോയിസസ് ആയിട്ട് പിന്നീട് എന്തായി, ഇൻഡിജിനസ് റൈറ്റേഴ്സ് മാറി. അല്ലെങ്കിൽ അവരുടെ റൈറ്റിങ്സിലൂടെ ഈ സപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് അവർ എഴുതാൻ തുടങ്ങി. The themes of earliest Aboriginal writing mainly dealt with the public or contemporary events, dealing with topics such as love, marriage, birth and the mythical narration of the beginning of the universe. So ഫസ്റ്റ് ഒക്കെ ഈ ഒരു അബോറിജിനൽ റൈറ്റിങ്സ് എങ്ങനെയായിരുന്നു, മിത്തിക്കൽ ആയിട്ടുള്ള നറേഷനും അതുപോലെ ലവിനെ കുറിച്ചും ദെൻ ബർത്ത്, മാരേജ് അങ്ങനെയുള്ള തീംസൊക്കെ ആയിരുന്നു എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ റീസെൻറ്റ് പോയിറ്റ്സ് ഹാവ് become more critical and more evaluative. In spite of the rich heritage that the Aboriginal people possesses, their history becomes available to the English-speaking world from 1960s. There have been some attempts by white Australian writers to represent their voice. In the modern age, Australian poets have become some critical and some more evaluative. അതായത് അവരനുഭവിച്ചിട്ടുള്ള ഓപ്പറേഷനെ കുറിച്ചും അതുപോലെ വൈറ്റ് ഇമ്പീരിയലിസത്തെ കുറിച്ചൊക്കെ കുറച്ചും കൂടി ക്രിട്ടിക്കലായിട്ട് അവരെന്ത് ചെയ്തു, മോഡേൺ പോയിറ്റ്സും എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. ഏകദേശം 1960s മുതലാണ് ഓസ്ട്രേലിയൻ്റെ ഒറിജിനൽ ഹിസ്റ്ററി, ഓസ്ട്രേലിയൻ പീപ്പിളിൻ്റെ ഒറിജിനൽ ഹിസ്റ്ററി അവൈലബിൾ ആവാൻ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഒരുപാട് വൈറ്റ് ഓസ്ട്രേലിയൻ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ഓസ്ട്രേലിയയുടെ യഥാർത്ഥ ഹിസ്റ്ററി അവരുടെ പോയട്രീസിലൂടെ പിന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ അബോറിജിനൽ ഓസ്ട്രേലിയൻസ് ആയിട്ടുണ്ടായിരുന്ന റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ വർക്ക്സിലൂടെയാണ് ശരിക്കും ഓസ്ട്രേലിയയുടെ ഹിസ്റ്ററി എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദി മേജർ തീംസ് ദാറ്റ് ഹാവ് appears in Australian Aboriginal poetry. One is stolen generation, assimilation, deprivation of land, incarceration and reconciliation. ദെൻ ഈ കാര്യങ്ങളൊക്കെയാണ് മേജറായിട്ട് ഇതിൽ വരുന്ന തീംസ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ്, ലോസ് ഓഫ് ലാൻഡ് ഈസ് എ റിക്കറൻറ്റ് തീം ഇൻ ഓസ്ട്രേലിയൻ അബോറിജിനൽ പോയട്രി. Then Australian poets have written on this theme extensively. The Aboriginal people are attached to their lands.
They consider it's a part of their being. It is not only a place of inhabitation, it is a part of it is a part and parcel of their life. So ഈ ഒരു ലോസ് ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് ഒരു മേജർ തീമാണ്, റിക്കറൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ് ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിൽ. വെറും ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ അല്ല, അബോറിജിനൽ ഓസ്ട്രേലിയൻ പോയട്രിയിലെ റിക്കറൻ്റ് ആയിട്ട് വരുന്ന തീമാണ് ലോസ് ഓഫ് ലാൻഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കതിനെ ഡിസ്പ്ലേസ്മെൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. കാരണം ഈ ഒരു വൈറ്റ് ഇമ്പീരിയലിസത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വൈറ്റ് ഇമ്പീരിയലിസത്തിൻ്റെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ സ്വന്തം ലാൻഡ് അവർക്ക് നഷ്ടമായി. കാരണം ആ ഒരു വൈറ്റ് കൾച്ചറുമായിട്ട് മിക്സപ്പ് ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ട്, മിങ്കിൾ ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് അവിടെയുള്ള ട്രൈബ്സൊക്കെ ഒരുപാട് പേര് അവിടെ നിന്ന് നാട് വിട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അവർക്ക് സ്വന്തം അബോറിജിനൽ ലാൻഡ് അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. സോ ഇതൊക്കെയാണ് ഇതിന് വരുന്ന ബാക്ക്ഗ്രൗണ്ട്. ഇനി നമുക്കിതിൻ്റെ സമ്മറി, ഇനി പോയട്രീൻ്റെ സമ്മറി അനാലിസിസ് ഒന്ന് നോക്കാം. സോ ലെറ്റ്സ് സീ അബോറിജിനൽ ഓസ്ട്രേലിയ. സോ ഓക്കെ, നമുക്ക് ലൈൻ ബൈ ലൈൻസ് ഒന്ന് ആദ്യം നോക്കാം കേട്ടോ. To the others, you once smiled a friendly smile, said we were kin to one another. This with guile for a short while became to me a brother. So first lines ആണ് to the others. Here the narrator addressing a person and that person is unnamed. Okay, unnamed ആയിട്ടൊരു പേഴ്സണെ narrator അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. And the narrator or the speaker says that you once smiled a friendly smile. Once you came here or you smiled me as a friendly smile, or you came to me as a friend. Said we were kin to one another. And എങ്ങനെയാണ് വന്നത്? നമ്മൾ റിലേറ്റീവ്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കിൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ തമ്മിലൊരു കിൻഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്രണ്ട്ലി സ്മൈലോട് കൂടിയിട്ടാണ് നീ എൻ്റെ അടുത്തേക്ക് വന്നത്. ദസ് വിത്ത് ഗൈൽ ഫോർ എ ഷോർട്ട് വൈൽ ബിക്കെയിം ടു മീ എ ബ്രദർ. അങ്ങനൊരു ഗൈലായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട്, ഗൈൽ എന്ന് പറഞ്ഞാൽ ഫോൾസ്. സോ the narrator or the speaker says that once you came to me as a friendly smile and you said that we are kins or we are relatives, and that was a false, that words was a false and guile. And പിന്നെ എന്താണ്, became to me a brother, അതായത് നമ്മളെന്താണ്, സഹോദരങ്ങളാണ് എന്നൊക്കെ നുണ പറഞ്ഞുകൊണ്ട് ആരാണ് ഒരു ഫ്രണ്ട്ലി സ്മൈലോട് കൂടിയിട്ട് ഈ ഒരു സ്പീക്കർ തൻ്റെ നെറേറ്ററിൻ്റെ അടുത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്. Then you swamped my way of gladness, took my children from my side, snapped shut the law book of my sadness, at Iraqula's plead need. So I remember Lake George Hills, the thin stick bones of people. Yes, he says that then you swamped my happiness. Gladness means happiness or way of happiness. Here our narrator says that person, that unnamed person, swamped എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലങ്ങളെയാണ് സ്വാമ്പ് എന്ന് പറയാം. സോ ഇവിടെ സ്വാമ്പഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ചതുപ്പ് നിലയിൽ ചവിട്ടി താഴ്ത്തുക, അങ്ങനൊരു പ്രോസസ്സിനെയാണ് പറയുന്നത്. സോ ഹിയർ ദ person, the unnamed person, swamped the narrator and his followers or his community, and they swamped their happy way or way of happiness. അപ്പോൾ ഈ ഒരു സ്പീക്കർ പറയുന്നത് എന്താണ്, ആ ഒരു ലിസണർ അല്ലെങ്കിൽ ഇവിടെ പരാമർശിച്ചിട്ടുള്ള യു എന്ന് പറയുന്ന അവിടെ പരാമർശിച്ചിട്ടുള്ള ലിസണർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അബോറിജിനൽ ഓസ്ട്രേലിയൻസിൻ്റെ ഹാപ്പിനെസ് അല്ലെങ്കിൽ അവരുടെ സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു സ്വാമ്പ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ അത് അവരുടെ ലൈഫിൻ്റെ ഒരു ചതുപ്പ് നിലമാക്കി മാറ്റി എന്നാണ് പറയുന്നത്. ചതുപ്പ് നിലത്തിൻ്റെ പ്രത്യേകത എന്താണ്, ചെടികളൊന്നും വളരില്ല, ഒരു ഫലഭൂയിഷ്ഠത ഇല്ലാത്ത മണ്ണാണ്. പിന്നെ ഈ ചതുപ്പ് നിലങ്ങൾ അല്ലേ, ചതുപ്പായിരിക്കും, ഞങ്ങൾ പൂന്തി പോകും അത് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിൻ്റെ ഉള്ളിലേക്ക് മുങ്ങിപ്പോവും. ഇനി നമുക്ക് ഈ യുവും ഐയും ആരാണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ യു എന്ന് പറയുന്നത് വൈറ്റ് ഇമ്പീരിയലിസ്റ്റാണ്, അല്ലെങ്കിൽ കോളനൈസേഴ്സിനെയാണ് യു എന്ന് പറയുന്നത്. സോ കോളനൈസേഴ്സ് വന്നപ്പോൾ എന്തായി, കോളനൈസേഴ്സ് ആദ്യം അബോറിജിനൽ ഓസ്ട്രേലിയയിലേക്ക് വന്നത് ഒരു ഫ്രണ്ട്ലി വേ ആയിട്ടാണ്, ട്രേഡിനും അതുപോലെ തന്നെ അവിടെയുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ്സിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ആദ്യം അവിടെ കോളനൈസേഴ്സ് വന്നത്. അങ്ങനെ പതുക്കെ അബോറിജിനൽ ഓസ്ട്രേലിയൻസിനോട്
ഫ്രണ്ട്ലി ആയിക്കൊണ്ട് അവരെന്ത് ചെയ്തു, അവരെ അടിച്ചമർത്താൻ തുടങ്ങി. ദേ ബിഗാൻ ടു സപ്രസ് അബോറിജിനൽ ഓസ്ട്രേലിയൻസ്. ആൻഡ് അവരുടെ സന്തോഷകരമായിട്ടുള്ള പാത അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്തു, സ്വാമ്പ് ചെയ്തു, അടിച്ചമർത്തി അല്ലെങ്കിൽ ചവിട്ടി താഴ്ത്തി എന്നാണ് പറയുന്നത്. ദെൻ ടുക്ക് മൈ ചിൽഡ്രൻ ഫ്രം മൈ സൈഡ്, എൻ്റെ മക്കളെ, ദേ ടുക്ക് മൈ ചിൽഡ്രൻ ഫ്രം മൈ സൈഡ്. സോ ഇവിടെ മൈ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ് കേട്ടോ, അബോറിജിനൽ ഓസ്ട്രേലിയയാണ് ഇവിടെ മൈ എന്ന് പറയുന്നത്. സോ ആ പ്രൊനൗൺ മൈ എന്ന് പറയുന്ന പ്രൊനൗൺ ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആ കൺട്രീനെയാണ്. അപ്പോൾ ആ കൺട്രി ഇങ്ങനെ ലാമെൻറ്റ് ചെയ്യുകയാണ് ഈ ഒരു കോളനൈസേഴ്സ് വന്നതോട് കൂടിയിട്ട് അവരുടെ രാജ്യത്തിലുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്. സോ മൈ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ദ സിറ്റിസൻസ് ഓഫ് ഓസ്ട്രേലിയ ഓർ ദി ട്രൈബ്സ് ഇൻ ഓസ്ട്രേലിയ. സോ ദ കോളനൈസേഴ്സ് ടുക്ക് ദെയർ ചിൽഡ്രൻ. സോ അപ്പോൾ ടുക്ക് ദെയർ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ മക്കളെ എടുത്തു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്താണ്, എടുത്തു എന്ന് പറഞ്ഞാൽ ഈ ഒരു കോളനൈസേഴ്സ് വന്നതോട് കൂടിയിട്ട് അവരുടെ യങ് ജനറേഷനിൽ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ഓസ്ട്രേലിയയുടെ മക്കൾ എന്ത് ചെയ്തു, അവരുടെ ട്രൈബ്സിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ സംസ്കാരവും മറന്നുകൊണ്ട് അവിടെയുള്ള സിറ്റിസൺസ് എന്ത് ചെയ്തു, കോളനൈസേഴ്സിനെ അല്ലെങ്കിൽ വൈറ്റ് പീപ്പിളിനെ യൂറോപ്യൻ ഇമ്പീരിയലിസത്തിൻ്റെ കൾച്ചറിനെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഓർ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ആരാണ്, ഈ ഒരു എപ്പോഴും അമേരിക്ക എന്നാണ് വരുന്നത്, വൈറ്റ് ഇമ്പീരിയലിസം ആണ്. ആൻഡ് അവരുടെ കൾച്ചർ എന്ത് ചെയ്തു, ഈ വെസ്റ്റേൺ കൾച്ചർ എന്ത് ചെയ്തു, അവർ ഓസ്ട്രേലിയയിലെ ഇൻഡിജിനസ് പീപ്പിളിൻ്റെ അല്ലെങ്കിൽ ഇൻഡിജിനസ് യങ് ജനറേഷൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ snapped shut the law book, oh my sadness, and Hierarchus plea denied. എന്താണ് സ്നാപ്ഡ് ഷട്ട് ദി ലോ ബുക്ക് എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ പവർ മെയ്ഡ് ന്യൂ ലോ ബുക്സ് in Australia, and they banished Aboriginal books and tradition and Aboriginal laws, traditional laws and everything that they had. So ഓ മൈ സാഡ്നസ് അറ്റ് ഇറാഖ്ലാസ് പ്ലീ ഡിനീഡ്. സോ ഈ ഇറാഖലാസ് എന്ന് പറയുന്നത് ഒരു അബോറിജിനൽ ഓസ്ട്രേലിയൻ ട്രൈബാണ് കേട്ടോ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവർ ഈ ഒരു പോയിട്ടില്ല അബോറിജിനൽ ഓസ്ട്രേലിയയിലെ ട്രൈബ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രൈബ്സാണ് ഇറാഖലാസ് എന്ന് പറയുന്നത്. സോ ഇറാഖലാസ് എ ട്രൈബ് ദേ ഫോഴ്സ്ഡ് ടു ലീവ് ദർ. ഇത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി മെറ്റീരിയൽ ഇല്ല എന്നാണ് പറയുന്നത്, ഇല്ല എന്നാണ് തോന്നുന്നത്. സോ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ ഇറാഖലാസ് വാസ് എ ട്രൈബ് ആൻഡ് ദേ ഫോഴ്സ്ഡ് ടു ലീവ് ദെയർ ഹോംലാൻഡ് ഓസ്ട്രേലിയ. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ ഒരു വെസ്റ്റേൺ കൾച്ചറിൻ്റെ സ്പ്രെഡോട് കൂടിയിട്ട് അവർ ഫോഴ്സ്ഫുള്ളി അവർക്ക് എന്ത് ചെയ്തു, സ്വന്തം ഹോംലാൻഡിൽ നിന്നും പോവേണ്ടി വന്നു. ദെൻ അനദർ റെഫറൻസ് ഇസ് ദർ ഇറാഖലാസ് ബാർക്ക് പെറ്റീഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അവർ ഒരു ബാർക്ക് പെറ്റീഷൻ എന്ന് പറയുന്നൊരു പരാതി, ഒരു പെറ്റീഷൻ 1963 ഉണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഇറാഖലാസ് ബാർക്ക് പെറ്റീഷൻ ആർ ദി ഹിസ്റ്ററിക്കൽ ഓസ്ട്രേലിയൻ ഡോക്യുമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഓസ്ട്രേലിയൻ ഹിസ്റ്ററിയിലെ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ്, ഒരു ഹിസ്റ്ററിക്കൽ ഡോക്യുമെൻ്റാണ് ഈ ഒരു ഇറാഖലാസ് ബാർക്ക് പെറ്റീഷൻ എന്ന് പറയുന്നത്. So, this is the first traditional document prepared by Indigenous Australian, and it was a protest against mining. And this undersigned document by Aboriginal people of Yirrakala, government took 300 square kilometer of land from them without even asking them. And the people submitted the petition that made history but didn't help them. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ പെറ്റീഷൻ. ഇതെന്താണ്, ഈ വെസ്റ്റേൺ പവർ അവിടെ വന്നപ്പം ഓസ്ട്രേലിയയിലെ ഇൻഡിജിനസ് പീപ്പിളുടെ ലാൻഡ് ഒരു 300 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലുള്ള ലാൻഡ് അവരെന്ത് ചെയ്യാണ്, അതിൻ്റെ ഓണേഴ്സായ ഇൻഡിജിനസ് പീപ്പിളിനോട് അല്ലെങ്കിൽ അവിടുത്തെ ട്രൈബ്സിനോട് ചോദിക്കാതെ ഈ ഒരു വെസ്റ്റേൺ ഗവൺമെൻറ് അവരുടെ അനുവാദം ഇല്ലാണ്ട് എടുക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ മൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് the indigenous people gathered and protest against this mining, and they
wrote a petition against this mining. ഓക്കെ, ആ മൈനിങ്ങിനെ പറയുന്ന പേരാണ് ഇരാക്കലാസ് ബാർക്ക് പെറ്റീഷൻ. 1963 നടന്നിട്ടുള്ള ഒരു ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള സംഭവമാണ്. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ട്രഡീഷണൽ ഡോക്യുമെൻ്റ്. അതായത് ഒരു ട്രൈബിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇൻഡിജിനസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആദ്യമായിട്ട് വരുന്ന ഒരു റിട്ടൺ കംപ്ലൈൻ്റ് ആണ് ഈ ഒരു ലോകത്തിലെ തന്നെ മേ ബി ആദ്യത്തെ റിട്ടൺ കംപ്ലൈൻ്റ് ആണ് ഈ ഒരു ബാർക്ക് പെറ്റീഷൻ എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ റിട്ടൺ കംപ്ലൈൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഡിജിനസ് പീപ്പിൾ എഴുതിയ റിട്ടൺ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. വേറെ റിട്ടൺ കംപ്ലൈൻ്റ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടാവാം. ബട്ട് ഇൻഡിജിനസ് പീപ്പിൾ അല്ലെങ്കിൽ ട്രൈബ്സ് എഴുതുന്ന ആദ്യത്തെ റിട്ടൺ കംപ്ലൈൻ്റ് ആണ് ഈ ഒരു ഇരാക്കലാസ് ബാർക്ക് പെറ്റീഷൻ എന്ന് പറയുന്നത്. പക്ഷെ എന്തായില്ല, ഈ ഒരു പ്രൊട്ടസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പെറ്റീഷൻ കൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടായില്ല. അവർക്ക് അവരുടെ 300 ചതുരശ്ര കിലോമീറ്റർ ലാൻഡും നഷ്ടപ്പെട്ടു. So here in the line, the narrator says that the Iraqalas plea denied. അവരുടെ റിക്വസ്റ്റ്, പ്ലീ എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്ന് പറയുന്ന ഒരു മീനിങ് ആണ്. പ്ലീ ഡിനീഡ്, അവരുടെ റിക്വസ്റ്റിന് ഇത് അവർ ഡിനേ ചെയ്തു. Then next lines, so I remember Lake George Hills, the thin stick bones of people. And here the narrator or the poet remember that the government refused their petition. Then Aboriginal people killed by white people and massacred by white settlers. So the narrator remembers that the Lake George Hills. Lake George Hills എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന ഒരു പ്ലേസാണ്, ഇപ്പോഴും ഉണ്ട്. ആൻഡ് അവിടെ ആരായിരുന്നു ഏറ്റവും കൂടുതൽ ഇൻഡിജിനസ് പീപ്പിൾ ആയിരുന്നു. സോ അവിടെ ഒരുപാട് ഇൻഡിജിനസ് പീപ്പിളിനെ അല്ലെങ്കിൽ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ആളുകളെ ഈ വൈറ്റ് ഇമ്പീരിയലിസ്റ്റുകൾ എന്ത് ചെയ്തു, കൊന്നു കളഞ്ഞു. വൈറ്റ് പീപ്പിൾ മസാക്കർ ചെയ്തു. മസാക്കർ എന്താണ്, കൂട്ടക്കൊലപാതകത്തിനെയാണ് മസാക്കർ എന്ന് പറയുന്നത്. സോ ദേ മസാക്കർഡ് എ ലോട്ട് ഓഫ് hundreds and thousands of indigenous people and our poet remembers it. Then sudden death and greed that kills, that gave you church and steeple. എന്താണ് സഡൻ ഡെത്ത്, എന്താണ് പെട്ടെന്ന് അവരെ കൊല്ലുന്നു. ദെൻ ഗ്രീഡ് ദാറ്റ് കിൽസ്. സോ ആർക്കാണ് ഈ ഗ്രീഡ് എന്ന് പറഞ്ഞാൽ അത്യാർത്ഥി. ഓക്കെ, ആർക്കാണ് ഗ്രീഡ്? വൈറ്റ് പീപ്പിളിൻ്റെ ഗ്രീഡ് എന്ത് ചെയ്തു, അവിടെയുള്ള ഇൻഡിജിനസ് പീപ്പിളിനെ എല്ലാവരെയും കൊന്നു. ആൻഡ് ദിസ് ഗ്രീഡ് ഗേവ് ദം ചേർച്ച് ആൻഡ് സ്റ്റീപ്പിൾ. അവരെന്ത് ചെയ്തു, അവർ ചേർച്ച് എന്ന് പറയുമ്പോൾ അവരുടെ റിലീജിയൻ എന്ത് ചെയ്തു, അവരവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തു. ക്രിസ്ത്യൻ റിലീജിയൻ അവരവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തു, ചേർച്ചുകൾ ഉണ്ടാക്കി. ദെൻ സ്റ്റീപ്പിൾ മീൻസ് സ്കൈ സ്ക്രാപ്പേഴ്സിനെയാണ് നമ്മൾ സ്റ്റീപ്പിൾ എന്ന് പറയുക. അപ്പോൾ നമ്മൾ വേർഡ് മീനിങ് പഠിക്കുമ്പോൾ മാക്സിമം ഇങ്ങനെ അതിൻ്റെ തന്നെ ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ടാവുമല്ലോ, അതുകൂടി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. സോ സ്റ്റീപ്പിൾ മീൻസ് ഉയർന്ന ഗോപുരങ്ങളെയാണ് നമ്മൾ സ്റ്റീപ്പിൾ എന്ന് പറയുന്നത്. മറ്റൊരു സിനോണിം പറയുകയാണെങ്കിൽ സ്കൈ സ്ക്രാപ്പേഴ്സ് എന്നും കൂടി അതിനെ പറയാറുണ്ട്. ഓക്കെ, ആഫ്റ്റർ കില്ലിങ് ദ ഇൻഡിജിനസ് പീപ്പിൾ, ദേ ബിൽഡ് മെനി ചേർച്ചസ് ആൻഡ് സ്റ്റീപ്പിൾസ് ആസ് ദി പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആളുകളെ കൾച്ചേർഡ് ആക്കുക എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലൂടെ അവർ എന്താ നേടിയത്, അല്ലെങ്കിൽ അവരെന്താണ് കൊണ്ടുവന്നത്? സ്റ്റീപ്പിൾസും പിന്നെ ഈ റിലീജിയൻ പ്രൊപ്പഗാൻഡയാണ് അല്ലെങ്കിൽ ചേർച്ചുകളാണ്. ദെൻ നെക്സ്റ്റ് ലൈൻസ്, ഐ ക്രൈ അഗെയിൻ ഫോർ വരാര മെൻ ഗോൺ ഫ്രം കിത്ത് ആൻഡ് കൈൻഡ് ആൻഡ് ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ഫൈൻഡ് എ പെൻ ടു പ്രോബ് യുവർ freckled mind. I mourned again for the Murray tribe, gone too without a trace. And the narrator or the speaker crying for the Varara men. Varara men എന്ന് പറയുന്നത് is a tribe escaped from white settlers. So the poet cried for that tribe. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന മറ്റൊരു ട്രൈബാണ് വരാര എന്ന് പറയുന്നത്. അപ്പോൾ വരാര ട്രൈബ്സ് എന്ത് ചെയ്തു, അവിടുന്ന് പോവുകയാണ്, അവിടുന്ന് ജീവനം കൊണ്ട് ഓടിയതാണ് ബിക്കോസ് ഓഫ് ദി വൈറ്റ് ഇമ്പീരിയലിസം. ഓക്കെ, വൈറ്റ് ഇമ്പീരിയലിസം അത്രത്തോളം ഈ ഒരു ട്രൈബ്സിനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അവരെങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ തരത്തിലും അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദെയർ ഗ്രീഡ്. അവർ ഭയങ്കര ആർത്തിയുള്ളവരായിരുന്നു. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചെടുക്കുക, അവരാണ് ഈ ലോകത്തിലെ എല്ലാം എന്ന് പറയുന്നൊരു വിചാരമായിരുന്നു ഈ ഒരു വൈറ്റ് ഇമ്പീരിയലിസത്തിന് ഉണ്ടായിരുന്നത്. ആൻഡ് ദ വരാര മെൻ എസ്കേപ്ഡ് ഫ്രം ഓസ്ട്രേലിയ, അബോറിജിനൽ ഓസ്ട്രേലിയ, ബിക്കോസ് ഓഫ് ദി ഒപ്രഷൻ ആൻഡ് സപ്രഷൻ
created by the white men. And I wondered when I would find a pen to probe your freckled mind. And when the narrator got a pen, or when he began to write, അദ്ദേഹം എഴുതാൻ തുടങ്ങിയ സമയത്ത് ഈ ഒരു പിന്നെ വരാര ട്രൈബ്സിനെ കുറിച്ച് ഒരുപാട് അന്വേഷിച്ചിരുന്നു. ഓക്കെ, അവരെക്കുറിച്ച് എഴുതാൻ. പക്ഷെ എന്തില്ല, ഒന്നും അവരെക്കുറിച്ച് കിട്ടിയില്ല. ഒരു ശേഷിപ്പ് പോലും അവരെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും അവർ സഹിക്കാൻ വയ്യാണ്ട് അവിടുന്ന് ആ ഒരു പ്ലേസിൽ നിന്ന് എസ്കേപ്പ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒന്നും ശരിക്കും അങ്ങനത്തെ ഒരു ട്രൈബ് പോലും ഈ ലോകത്ത് ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. Then next, I mourned again for the Murray tribes. Next tribe ആണ് Murray tribe. So Murray is also, it is a particular tribe in Australia, and because they had suffered a lot of life among the other people, but the government forced them to live in among the other people. സോ അതായത് ഈ മുറൈ ട്രൈബ്സും ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന ട്രൈബ്സ് ആണ്. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഒരു വെസ്റ്റേൺ കൾച്ചറുമായിട്ട് ഒരിക്കലും മിങ്കിൾ ചെയ്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. സോ ദേ ആർ ട്രൈഡ് ടു ലീവ് ദ, ബട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു, ഈ ഒരു മുറൈ ട്രൈബിനെ അവിടെ ഫോഴ്സ്ഫുള്ളി സ്റ്റേ ചെയ്യാനാണ് അവരെ പ്രേരിപ്പിച്ചത്. സോ അവരെ ഫോഴ്സ്ഫുള്ളി അവിടെ സ്റ്റേ ചെയ്യിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Then the poet is very sad because of the thought of conditions of these tribes. And I thought of the soldiers' diatribe, the smile on the governor's face, you murdered me with rope, with gun, the massacre of my enclave, you buried me deep on McLarty's run, flung into common grave. So in those lines he says that the narrator thinking about the soldiers' diatribe. Diatribe means assimilations we are writing, or assimilation throughout. ഇപ്പോൾ നമ്മൾ റൈറ്റിങ്സിലൂടെ അല്ലെങ്കിൽ റിട്ടൺ ആയിട്ട് മറ്റുള്ള ആളുകളെ എന്ത് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഡയാട്രൈബ് എന്ന് പറയുന്നത്. സോ ദ വൈറ്റ് സോൾജിയേഴ്സ് ഡയാട്രൈബിങ് the indigenous people, and the smile on the governor's face. And while the indigenous people were destroying, the British or the white government were enjoying in their സഫറിങ്സ്. അതായത് ഈ വൈറ്റ് പീപ്പിൾ ഈ ഇൻഡിജിനസ് പീപ്പിൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ സഫർ ചെയ്യുമ്പോൾ, ഇൻസൾട്ട് സഫർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിക്കപ്പെടുമ്പോൾ, അവരെ അടിച്ചമർത്തുമ്പോൾ ഈ ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യാണ്, അത് കണ്ട് ചിരിക്കുകയാണ്. ദ ഹാപ്പിനെസ് ഓൺ ദെയർ ഫേസ് വൈൽ ദ ഇൻഡിജിനസ് പീപ്പിൾ വർ സഫറിങ്. ഓക്കെ, ദെൻ യു മേർഡേഡ് മീ വിത്ത് റോപ്പ് എന്ന് പറയുന്നുണ്ട്. റോപ്പ് കൊണ്ട് കൊല്ല മീൻസ് അവിടെ എന്താ ഹാങ്ങിങ് ആയിരിക്കാം അവിടെ ഉദ്ദേശിച്ചത്. അവിടെയുള്ള ഇൻഡിജിനസ് പീപ്പിളിനെ ഒരു എൻജോയ്മെൻ്റ് എന്ന രീതിയിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, തൂക്കി ഹാങ് ചെയ്തിട്ടുണ്ട്. വിത്ത് ഗൺ, അതെ വെപ്പൺസ് ഉപയോഗിച്ച് കൊന്നിട്ടുണ്ട്. ദ മസാക്കർ ഓൺ മൈ എൻക്ലേവ്, യു ബറീഡ് മീ ഡീപ്പ് ഓൺ മാക്ലാറ്റി സൺ. അതായത് മസാക്കർ, എൻക്ലേവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു ഭൂപ്രദേശത്തിനെയാണ് നമ്മൾ എന്താ പറയുക, എൻക്ലേവ് എന്ന് പറയുക. സോ അവിടെ വെച്ചിട്ട്, അതായത് മൈ എൻക്ലേവ് എന്ന് പറയുമ്പോൾ ഇൻഡിജിനസ് പീപ്പിളുടെ എൻക്ലേവ് അല്ലെങ്കിൽ അവരുടെ ഭൂപ്രദേശത്ത് നിന്ന് അവരെ തന്നെ കൊല്ലുക അല്ലെങ്കിൽ മസാക്കർ ചെയ്യുക. ദെൻ യു ബറീഡ് മീ ഡീപ്പ് ഓൺ മാക്ലാറ്റീസ് റൺ ഫ്ലങ്. ഇവിടെ മാക്ലാർട്ടി എന്ന് പറയുന്നത് ഹി വാസ് എഡ്വേർഡ് മാക്ലാർട്ടി, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. എഡ്വേർഡ് മാക്ലാർട്ടി, എ പൊളിറ്റീഷ്യൻ ആൻഡ് ഓണർ ഓഫ് എ ഹ്യൂജ് ഫാം. അതായത് ഓസ്ട്രേലിയയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇൻഡിജിനസ് ഓസ്ട്രേലിയയിലുണ്ടായിരുന്ന ഒരു ഹ്യൂജ് ഫാമിൻ്റെ ഓണറായിരുന്നു ഈ ഒരു മാക്ലാർട്ടി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് വൈറ്റ് പീപ്പിൾ കിൽ ദി അബോറിജിനൽ ബൈ യൂസിങ് ഗൺ ആൻഡ് റോപ്പ് ആൻഡ് ബറീഡ് ദെയർ ബോഡി ഇൻ മാക്ലാർട്ടീസ് ലാൻഡ്. അപ്പം ഈ മാക്ലാർട്ടീൻ്റെ ലാൻഡിൽ ഈ ഒരു ഇൻഡിജിനസ് പീപ്പിളിനെ കൊന്നിട്ട് അവരുടെ മൃതശരീരം മാക്ലാർട്ടീൻ്റെ ആ ഒരു ഫാമിൽ കുഴിച്ചിടുകയാണ് അല്ലെങ്കിൽ ബറി ചെയ്യുകയാണ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഈ ഒരു മാക്ലാർട്ടീൻ്റെ ഈ ഒരു ഫാം, ഓക്കെ, ഈ ഒരു ഫാം എന്ന് പറയുന്നത് ഇവർ ഇൻഡിജിനസ് പീപ്പിളുടെ ഒരു കോമൺ ഗ്രേവ് ആക്കി മാറ്റി, ഒരു ശവസംസ്കാരം നടത്തുന്ന അല്ലെങ്കിൽ പൊതു ശ്മശാനം എന്ന് പറയില്ലേ, അതാക്കി മാറ്റി, ഒരു കോമൺ ഗ്രേവ് ആക്കി മാറ്റി എന്ന് പറയുന്നുണ്ട്. Then you propped me up with Christ's red tape, tobacco, grog and fears, then disease and lordly rape through the brutish years. And the white people killed, or they betrayed, or white people betrayed Aboriginal people in the name of religion,
ദെൻ ടുബാക്കോ, ദെൻ അങ്ങനെ ഓരോ എലമെൻറ്റിൻ്റെയും പേരിൽ അവരെന്ത് ചെയ്തു, ഈ അബോറിജിനൽ പീപ്പിളിനെ മസാർക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റിലീജിയൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും, അവർ നിർബന്ധിതമായിട്ട് മതം മാറാൻ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഫോഴ്സ്ഫുള്ളി ഇൻഡിജിനസ് പീപ്പിളുടെ മേലെ അസ്ക്രൈബ് ചെയ്യാൻ അസ്ക്രൈബ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. സോ അവരുടെ ലക്ഷ്യം തന്നെ അതാണല്ലോ, ക്രിസ്ത്യാനിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യുക, അവരുടെ കൾച്ചർ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മേജർ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും ക്രിസ്ത്യാനിറ്റി അവിടെ സ്പ്രെഡ് ചെയ്യാൻ, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ആൻഡ് അതിന് വഴങ്ങാത്തവരെ അവർ കൊന്നിട്ടുണ്ടാവാം. ദെൻ അവിടെ എന്ത് ചെയ്തു, ടുബാക്കോ, ഗ്രോഗ് എന്ന് പറയുന്നത്, ഗ്രോഗ് ഒരു ആൽക്കഹോളാണ്. ഇവിടെ വേണമെങ്കിൽ ബിട്രൈഡ് എന്നുള്ളൊരു അർത്ഥമുണ്ട്, പിന്നെ ഒരു ആൽക്കഹോളാണ്, മദ്യം എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ആൻഡ് അവരവിടെ എന്ത് ചെയ്തു, മദ്യം കൊടുക്കാൻ തുടങ്ങി, പിന്നെ ടുബാക്കോ സപ്ലൈ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ അവരെന്ത് ചെയ്തു, അവരെ ഭയപ്പെടുത്താനും തുടങ്ങി. ദെൻ ആഫ്റ്റർ ദേ ബിഗാൻ ടു സ്പ്രെഡ് ഡിസീസ് ആൻഡ് റേപ്പ്, ലോഡ്ലി റേപ്പ് എന്ന് പറയുന്നത്. ലോഡ് എന്ന് നമ്മൾ ദൈവങ്ങളെയൊക്കെ ഒരു പോസിറ്റീവ് സെൻസിലാണ് ലോഡ് എന്ന് പറയാറുള്ളത്, പക്ഷേ ഇവിടെ ലോഡ്ലി റേപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് പിന്നെ വൈറ്റ് പീപ്പിൾ എന്താണ്, ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ട് ഇൻഡിജിനസ് പീപ്പിളിന് എന്താണ്, റേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അവർക്കത് ഭയങ്കര അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇൻഡിജിനസ് പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ബിട്രയലായിരുന്നു. ആൻഡ് അവരെന്ത് ചെയ്തു, ബ്രിട്ടീഷായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിലൂടെ ഒരുപാട് വർഷങ്ങൾ തള്ളി നീക്കിയിട്ടുണ്ടായിരുന്നു. നൗ യു പ്രൈംലി സേ യു ആർ ജസ്റ്റിഫൈഡ് ആൻഡ് സിങ് എ നാഷൻസ് ഗ്ലോറി, but I think of a people crucified the real Australian story. So now people are glorifying the image of Australia, but actually the present Australia is not real. And എന്താ പറയുന്നത്, ഇപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയനെ ഇങ്ങനെ വാനോളം പുകഴ്ത്തി പാടുന്നുണ്ട്, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓസ്ട്രേലിയയുടെ റിയൽ സ്റ്റോറി എന്ന് പറയുന്നത് ക്രൂസിഫൈ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. റിയൽ ഓസ്ട്രേലിയയിലെ അല്ലെങ്കിൽ യഥാർത്ഥ ഓസ്ട്രേലിയയുടെ മുഖം എന്ന് പറയുന്നത് ഇതായിരുന്നില്ല. ഇപ്പം നമ്മൾ ഓസ്ട്രേലിയ എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അമേരിക്ക, ലണ്ടൻ, പിന്നെ ബ്രിട്ടനൊക്കെ പോലുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് റിയൽ ഓസ്ട്രേലിയ. ഓക്കെ, ഓസ്ട്രേലിയ എന്ന് പറയുന്നത് സാധാരണ ട്രൈബ്സൊക്കെ ഉണ്ടായിരുന്ന, പലതരം ട്രൈബ്സ് ഉണ്ടായിരുന്ന, പിന്നെ നല്ല കാംഫുള്ളായിട്ട് ജീവിച്ചു പോന്നിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ആളുകളുടെ ഓസ്ട്രേലിയ ആയിരുന്നു. പക്ഷെ ആർക്കും ശരിക്കും ഓസ്ട്രേലിയയുടെ ഹിസ്റ്ററി അറിയില്ല അൺടിൽ ഇപ്പോൾ ഈ ജാക്ക് ഡേവിസ് ഈ ഒരു പോയിട്രി, അല്ലെങ്കിൽ ജാക്ക് ഡേവിസിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതിരുന്ന സമയത്തൊക്കെ യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നു ഓസ്ട്രേലിയ എന്ന് ആർക്കും അറിയണ്ടായിരുന്നില്ല. ആൻഡ് ഇനി ഇതിൻ്റെ തീംസ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പോസ്റ്റ് കൊളോണിയലിസം എന്താണെന്ന് പഠിക്കുക, പിന്നെ ഓസ്ട്രേലിയൻ്റെ ലിറ്ററേച്ചർ. ഓക്കെ, നിങ്ങളുടെ മെറ്റീരിയലിൽ തന്നിട്ടുള്ള ആ ഫസ്റ്റ് പാർട്ടില്ലല്ലോ, ഓസ്ട്രേലിയനെ കുറിച്ചുള്ളൊരു ഹിസ്റ്ററി തന്നിട്ടുണ്ട്. ഓസ്ട്രേലിയ അബോറിജിനൽ പോയിട്രി എന്ന് പറയുന്നൊരു ടൈറ്റിൽ തന്നിട്ടുണ്ട്. പിന്നെ ജാക്ക് ഡേവിസിനെ കുറിച്ചും തന്നിട്ടുണ്ട്. പിന്നെ ഈ അനാലിസിസ് കേട്ടിട്ട് നന്നായിട്ട് മാക്സിമം ലെക്ചർ നോട്ട് എഴുതാൻ ശ്രമിക്കുക. പിന്നെ ഇതിലൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്, അത് ഞാൻ പറയുന്നില്ല, കാരണം ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ലൈൻ ബൈ ലൈനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ലൈൻസിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ക്ലാസ്സുകളിലൊക്കെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ അത് പറയുക, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, മെസ്സേജിലൂടെയൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പോയട്രിയിൽ വരുന്നത്. ഇതിൽ തീംസായിട്ട് വരുന്നത് എന്താണ്, അബോറിജിനൽ ലൈഫ്, പിന്നെ അതിലെ ട്രൈബ്സിൻ്റെ കാര്യം. വരാര ട്രൈബ്സ് ഉണ്ട്, മുറേ ട്രൈബ്സ് ഉണ്ട്, ഇറാക്കലാസ് ട്രൈബ്. സോ അതിൽ ഇറാക്കലാസ് ട്രൈബ് ബാർക്ക് പെറ്റീഷൻ, അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് നോക്കുക. 1963 ആ ഒരു പെറ്റീഷൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതൊക്കെയുള്ളൂ. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.